Hi students, welcome to a new video. ഇന്ന് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ കോമൺ പേപ്പർ ആയിട്ടുള്ള റീഡിംഗ്സ് ഓൺ ഇന്ത്യൻ ലിറ്ററേച്ചറിലെ ഒരു കവിതയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കവിതയുടെ പേരാണ് വാട്ട് വുഡ് യു ഡു ആൻഡ് ദിസ് പോം വാസ് റിട്ടൺ ബൈ ഓംപ്രകാശ് വാൽമീകി. സോ നമുക്ക് കവിതയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഓംപ്രകാശ് വാൽമീകിയെ ഒന്ന് പരിചയപ്പെടാം. കവിതയുടെ ടൈറ്റിൽ നോക്കുമ്പോൾ വാട്ട് വുഡ് യു ഡു മീൻസ് നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ്. സോ ഇനി നമുക്ക് ഓംപ്രകാശ് വാൽമീകിയെ നോക്കാം. ഓംപ്രകാശ് വാൽമീകി ഈസ് എ റിനൗണ്ട് ഇന്ത്യൻ നോവലിസ്റ്റ് ആൻഡ് പോയറ്റ് ഹു ഈസ് വൺ among ദോസ് ഹു laid the foundation for Dalit literature in Hindi. ഓംപ്രകാശ് വാൽമീകി ഒരു ഇന്ത്യൻ പ്രശസ്ത നോവലിസ്റ്റും കവിയുമാണ്. ഇന്ത്യയിൽ ദളിത് സാഹിത്യത്തിന് അടിത്തറ പാകിയവരിൽ ഒരാളാണ് അദ്ദേഹം. അതായത് അദ്ദേഹം ഹിന്ദി ലാംഗ്വേജിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് ദളിത് സാഹിത്യം, ദളിതർക്ക് വേണ്ടിയുള്ള എഴുത്തുകൾ. ബോൺ ഇൻ ടു ദ അൺടച്ചബിൾ ചൂര കമ്മ്യൂണിറ്റി ഓഫ് വെസ്റ്റേൺ ഉത്തർപ്രദേശിൽ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ അൺടച്ചബിൾ ആയിട്ടുള്ള ചൂര കമ്മ്യൂണിറ്റിയിലാണ് അദ്ദേഹം ജനിച്ചത്. അൺടച്ചബിൾ മീൻസ് ദളിതർ, താഴേക്കിടയിലുള്ളവർ. ദ പൊളിറ്റിക്സ് ഓഫ് സെഗ്രിഗേഷൻ ഇസ് നോട്ട് ന്യൂ ഫോർ ദ റൈറ്റർ. വേർതിരിവിന്റെ രാഷ്ട്രീയം എഴുത്തുകാരന് പുതിയ ഒരു കാര്യമല്ല. The ordained job of people in the Chura community was to serve the upper caste ത്യാഗി ബ്രാഹ്മിൻസ്. ഉയർന്ന ജാതിയിൽപ്പെട്ട ത്യാഗി ബ്രാഹ്മണരെ സേവിക്കുക എന്നതായിരുന്നു ചൂര കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളുടെ ജോലി എന്ന് പറയുന്നത്. അവർക്ക് നിയോഗിക്കപ്പെട്ട ജോലി എന്ന് പറയുന്നത് അപ്പർ ക്ലാസ്സിലെ ത്യാഗി ബ്രാഹ്മണരെ സേവിക്കുക എന്നതായിരുന്നു. ഉയർന്ന ജാതിക്കാർക്കായി സംവരണം ചെയ്യപ്പെട്ട ഗ്രാമത്തിന് പുറത്ത് ജീവിക്കാൻ ചൂര കമ്മ്യൂണിറ്റിക്കാർ നിർബന്ധിതരായി. കാരണം ആ ഗ്രാമം ഉയർന്ന ജാതിക്കാർക്ക് മാത്രമായിരുന്നു. മറ്റുള്ള ചൂര കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ദളിതർ അവർ ഗ്രാമത്തിന് പുറത്തായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അവരെ പൊല്യൂട്ടഡ് ആയിട്ട് അഥവാ മലിനീകരിക്കപ്പെട്ടവരായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്. The pain of social discrimination and inhuman exploitation that he experienced due to his Dalit identity is reflected in almost all his writings. ഒരു ദളിതനായതിന്റെ പേരിൽ അദ്ദേഹം അനുഭവിച്ച സാമൂഹിക വിവേചനം, ഡിസ്ക്രിമിനേഷൻ, വിവേചനത്തിന്റെയും മനുഷ്യത്വരഹിതമായ ചൂഷണത്തിന്റെയും, അതാണ് ഇൻഹ്യൂമൻ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. മനുഷ്യത്വരഹിതമായ ചൂഷണത്തിന്റെയും വേദന അദ്ദേഹത്തിന്റെ മിക്കവാറും എല്ലാ രചനകളിലും പ്രതിഫലിച്ച് കാണാറുണ്ട്. His autobiography, Judan, narrates the internal and external pressure of a Dalit who is reminded of his lower class identity at every step of life. ഓംപ്രകാശ് വാൽമീകിയുടെ ആത്മകഥയായിട്ടുള്ള ജൂതനില് ജീവിതത്തിന്റെ ഓരോ ചുവടുവെപ്പിലും തന്റെ ലോവർ ക്ലാസ്, താഴെത്തട്ടിലുള്ള ഐഡന്റിറ്റിയെ ഓർമ്മിപ്പിക്കുന്ന, അതായത് ഒരു ദളിതന്റെ ഇന്റേണലും എക്സ്റ്റേണലുമായിട്ടുള്ള പ്രഷർ, സമ്മർദ്ദങ്ങൾ ആ ഒരു വർക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ മൈൽ സ്റ്റോൺ ഇൻ ദളിത് ലിറ്ററേച്ചർ. ദളിത് ലിറ്ററേച്ചറിലെ ഒരു നാഴികക്കല്ലായി ഇതിനെ കണക്കാക്കുന്നു, ജൂതൻ എന്ന ഈ വാൽമീകിയുടെ ഓട്ടോബയോഗ്രഫിയെ. ബിസൈഡ്സ് ജൂതൻ, ഹിസ് വർക്ക്സ് ഇൻക്ലൂഡ്സ് ദ പോയിട്രി കളക്ഷൻസ്. ജൂതനെ കൂടാതെ അയാളുടെ മറ്റ് പോയിട്രി കളക്ഷൻസ്, ജൂതൻ അയാളുടെ ഓട്ടോബയോഗ്രഫിയാണ്. ദെൻ കവിതാ സമാഹാരങ്ങൾ, അദ്ദേഹത്തിന്റെ മറ്റ് വർക്ക്സ് ആയിട്ടുള്ള കവിതാ സമാഹാരങ്ങൾ ഏതൊക്കെയാണ്? സാദിയോൻ കാ സന്താപ്, അതുപോലെ ബാസ് ബഹുത്ത് ഹോ ചുക ആൻഡ് അബ് ഓർ നഹീൻ. ദെൻ ഹിസ് ഷോർട്ട് സ്റ്റോറി കളക്ഷൻസ്, പിന്നീട് അദ്ദേഹത്തിന്റെ ചെറുകഥാ കളക്ഷൻ സമാഹാരങ്ങൾ ഏതൊക്കെയാണ്? സലാം ആൻഡ് ഗൂസ്പതിയെ. Then and his critical work on the aesthetics of Dalit literature, ദളിത് സാഹിത്യക സൗന്ദര്യ ശാസ്ത്ര. അദ്ദേഹത്തിന്റെ ദളിത് ലിറ്ററേച്ചറിലെ ഒരു വിമർശനാത്മകമായിട്ടുള്ള ഒരു വർക്കാണ് ദളിത് സാഹിത്യക സൗന്ദര്യശാസ്ത്ര, അതായത് ഈസ്തറ്റിക്സിന്റെ, സൗന്ദര്യശാസ്ത്രത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഒരു വർക്കാണ് ഇത്. The poem What Would You Do, translated from Hindi by Pratik Kanjilal, is pitted against the dehumanizing laws that are imposed upon Dalits by the upper caste. പ്രാത്തിക് കാഞ്ചിലാൽ
ഹിന്ദിയിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത വാട്ട് വുഡ് യു ഡു, നിങ്ങൾ എന്ത് ചെയ്യും എന്ന ഈ ഒരു കവിത മനുഷ്യത്വരഹിതമായ നിയമങ്ങൾക്കെതിരെയുള്ളതാണ്. That are imposed upon Dalits by the upper caste. ഇത്തരം മനുഷ്യത്വരഹിതമായ നിയമങ്ങൾ അപ്പർ കാസ്റ്റ് പീപ്പിൾ ദളിതരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതാണ്. By challenging the self-proclaimed descendant of the gods, Brahmins, to live the life of a Dalit, he revolts against the age-old injustices that Dalits experience in the society. എന്താണ് പറയുന്നത്? By challenging the self-proclaimed means സ്വയം പ്രഖ്യാപിത, ഡിസെൻഡന്റ് ഓഫ് ഗോഡ്സ്, ദൈവത്തിന്റെ പിൻഗാമികൾ, അതായത് ബ്രാഹ്മിൻസിനെയാണ് ദൈവത്തിന്റെ പിൻഗാമികൾ എന്ന് അവർ സ്വയം വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ബ്രാഹ്മണര് ഒരു ദളിതന്റെ ജീവിതം നയിക്കാൻ വെല്ലുവിളിക്കുന്നതിലൂടെ, ചാലഞ്ച് ചെയ്യുന്നതിലൂടെ ദളിതരെ സമൂഹത്തിന് അനുഭവിക്കുന്ന പഴക്കമുള്ള അനീതികൾ, അതാണ് ഏജ് ഓൾഡ് ഇൻജസ്റ്റിസസ്, പഴക്കമുള്ള അനീതികൾക്കെതിരെ അദ്ദേഹം കലാപം നടത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ എഴുത്തുകളിലൂടെ. റിവോൾട്സ് അഗെയിൻസ്റ്റ് ദ ഏജ് ഓൾഡ് ഇൻജസ്റ്റിസസ് ദാറ്റ് ദളിറ്റ്സ് എക്സ്പീരിയൻസ്. ദളിതർ അനുഭവിക്കുന്ന ആ പഴയ അനീതികൾക്കെതിരെ എല്ലാം അദ്ദേഹത്തിന്റെ എഴുത്തുകളിലൂടെ സമൂഹത്തിനു മുമ്പിലേക്ക് പ്രചരിപ്പിക്കുന്നുണ്ട്. ഓംപ്രകാശ് വാൽമീകിയുടെ എഴുത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതാണ്. സോ ഇത്രയുമാണ് നമുക്ക് റൈറ്ററിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് നേരെ കവിതയിലേക്ക് കടക്കാം. ഈ ഒരു കവിതയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദളിതർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അവരനുഭവിക്കുന്ന പ്രോബ്ലംസ്, ഡിസ്ക്രിമിനേഷൻസ്, അതുപോലെ അവരോട് കാണിക്കുന്ന ഇൻജസ്റ്റിസ്, സമൂഹം അവരെ മാറ്റി നിർത്തിപ്പെടുന്ന ആ തരത്തിലുള്ള കാര്യങ്ങൾ, ഇവയെല്ലാമാണ് നമുക്ക് ഈ ഒരു കവിതയിലൂടെ കാണാൻ സാധിക്കുന്നത്. സോ കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ്. If you are thrown out of your village, cannot draw water from the well, are abused in the screaming, echoing afternoon, told to break stones in place of real work, are given livings to eat, what would you do? റൈറ്റർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നീട് ലാസ്റ്റ് വാട്ട് വുഡ് യു ഡു, നിങ്ങൾ എന്ത് ചെയ്യും എന്നൊരു ക്വസ്റ്റ്യനിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അവസാനിപ്പിക്കല്ല, ഈ ഒരു സ്റ്റാൻസയുടെ ആ ഒരു അവസാനം അവിടെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. സോ ഇഫ് യു ആർ ത്രോൺ ഔട്ട് ഓഫ് യുവർ വില്ലേജ്, നിങ്ങൾ നിങ്ങളുടെ വില്ലേജിൽ നിന്നും പുറത്താക്കപ്പെട്ടാൽ, കനോട്ട് ഡ്രോ വാട്ടർ ഫ്രം ദ വെൽ, കിണറ്റിൽ നിന്നും നിങ്ങൾക്ക് വെള്ളം കോരാൻ സാധിക്കുകയില്ല. ആർ അബ്യൂസ്ഡ്, എന്താണ് അത്? അബ്യൂസ്ഡ് മീൻസ് ദുരുപയോഗം ചെയ്തു. ഇൻ ദ സ്ക്രീമിങ് മീൻസ് അലറുക. ആൻഡ് എക്കോയിങ് ആഫ്റ്റർനൂൺ, പ്രതിഫലിക്കുന്ന ആ ഒരു ആഫ്റ്റർനൂൺ. ടോൾഡ് ടു ബ്രേക്ക് സ്റ്റോൺസ് ഇൻ പ്ലേസ് ഓഫ് റിയൽ വർക്ക്, റിയൽ വർക്കിന്റെ സ്ഥാനത്ത് ടോൾഡ് ടു ബ്രേക്ക് സ്റ്റോൺസ്, നിങ്ങളോട് കല്ല് പൊട്ടിക്കാൻ പറഞ്ഞു. ആർ ഗിവൺ ലീവിങ്സ് ടു ഈറ്റ്, നിങ്ങൾക്ക് കഴിക്കാൻ ബാക്കിയായ ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാൻ തന്നു. ദെൻ വാട്ട് വുഡ് യു ഡു, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും എന്നൊരു ക്വസ്റ്റ്യൻ ആണ് റൈറ്റർ ഇവിടെ ചോദിക്കുന്നത്. നിങ്ങളെ വില്ലേജിൽ നിന്ന് പുറത്താക്കപ്പെട്ടാൽ നിങ്ങൾക്ക് കിണറ്റിൽ നിങ്ങളെ വെള്ളം കോരാൻ സാധിക്കില്ല. അതുപോലെ നിങ്ങൾ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഹാർഡായിട്ടുള്ള ജോലികൾ തന്നു, നിങ്ങൾ വളരെ കഷ്ടപ്പെടുത്തി, ഹാർഡ് വർക്ക്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതിലധികം ജോലികൾ നിങ്ങൾക്ക് തന്നു. എന്നിട്ടും നിങ്ങൾക്ക് തരുന്നത് എന്താണ്? കഴിക്കാൻ ബാക്കി വന്ന ഭക്ഷണം മാത്രം. ഇങ്ങനെ നിങ്ങളോട് ചെയ്താൽ വാട്ട് വുഡ് യു ഡു എന്നാണ് റൈറ്റർ ചോദിക്കുന്നത്. If you are told to drag away animal carcasses and carry away the filth of a whole family, given hand-me-downs to wear, what would you do? ഇവിടെ എന്താണ് പറയുന്നത്? If you are told to drag away animal carcasses, drag away means വലിച്ചു ഇഴച്ചു കൊണ്ടുപോവുക എന്നാണ് മീനിങ്. ആൻഡ് അനിമൽ carcasses means അനിമൽസിന്റെ ശവശരീരം, അതായത് ജീർണിച്ച ശവശരീരങ്ങൾ, അതാണ് പറയുന്നത്. നിങ്ങളോട് അനിമൽസിന്റെ ജീർണിച്ച ശവശരീരങ്ങൾ വലിച്ചിഴച്ചു കൊണ്ടുപോകാൻ പറഞ്ഞാൽ, ആൻഡ് ക്യാരി അവേ ദ ഫിൽത്ത് ഓഫ് എ ഹോൾ ഫാമിലി ഗിവൺ ഹാൻഡ് മീ ഡൗൺസ് ടു വെയർ, ആൻഡ് ക്യാരി അവേ എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞാൽ എന്ത്? ദ ഫിൽത്ത് ഓഫ് എ ഹോൾ ഫാമിലി, ഒരു മുഴുവൻ ഫാമിലിയുടെയും ഫിൽത്ത് മീൻ അഴുക്ക്, അല്ലെങ്കിൽ മ്ലേച്ഛം, മാലിന്യം, ഇവയൊക്കെയാണ് ഫിൽത്തിന്റെ മീനിങ്. അപ്പം ഒരു ഫാമിലിയുടെ ഈ മുഴുവൻ ഫിൽത്തും കൊണ്ടുപോകാൻ പറഞ്ഞാൽ, ഗിവൺ ഹാൻഡ് മീ ഡൗൺസ് ടു വെയർ, എന്നിട്ട് എന്താണ് ചെയ്തത്? നിങ്ങൾക്ക് ധരിക്കാൻ എനിക്ക്
ധരിക്കാൻ എന്താണ് തന്നത്? ഡൗൺ ടു വെയർ മീൻസ് വസ്ത്രം ഒന്നും തന്നിട്ടില്ല, ധരിക്കാൻ പോലും ഒന്നുമില്ല. മുമ്പത്തെ ഇതിൽ പറഞ്ഞത് ലൈറ്റ് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ബാക്കി വന്ന ഭക്ഷണം തന്നിട്ടാണ് ഇത്തരം ജോലികളൊക്കെ നിങ്ങളോട് ചെയ്യാൻ പറയുന്നത്. ഇപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? മര്യാദക്ക് വസ്ത്രം ധരിക്കാൻ പോലുമില്ലാതെ, ശരിയായ രീതിയിൽ വസ്ത്രം ധരിക്കാൻ പോലുമില്ലാതെ നിങ്ങളോട് ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ വാട്ട് വുഡ് യു ഡു, നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ ഇവിടെ ദളിത്സ് അനുഭവിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞെടുക്കുന്നത്. അവർക്ക് മര്യാദക്ക് ശരിയായ രീതിയിൽ വസ്ത്രം പോലും ധരിക്കുവാൻ സാധിച്ചിരുന്നില്ല, ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ സാധിച്ചിരുന്നില്ല. അതൊക്കെ അവർക്ക് വിലക്കിയിരുന്നു. എന്നാലോ അവരെ കൊണ്ട് മുഴുവൻ എല്ലാ കാര്യങ്ങളും, എല്ലാ ജോലികളും വളരെയധികം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു. If you are kept far from the books, far from the threshold of the temple of learning, if you are hung up like Jesus on a blackened wall in the light of an oil lamp, what would you do? അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഇഫ് യു ആർ കെപ്റ്റ് ഫാർ ഫ്രം ദ ബുക്സ്, നിങ്ങൾ പുസ്തകത്തിൽ നിന്നും അകറ്റി നിർത്തിയാൽ, ദാറ്റ് മീൻസ് നിങ്ങൾ അവരുടെ പഠനം നിഷേധിക്കുക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദളിത്സിന് പഠിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നു. ഫാർ ഫ്രം ദ ത്രഷോൾഡ് ഓഫ് ദ ടെമ്പിൾ ഓഫ് ലേണിംഗ്. ത്രഷോൾഡ് എന്നിവിടെ വെച്ചാൽ ഉമ്മറപ്പടി എന്നാണ് ഉദ്ദേശിക്കുന്നത്, നമ്മൾ പ്രവേശിക്കുന്ന ആ ഒരു സ്ഥാനം. ഫാർ ഫ്രം ദ ത്രഷോൾഡ് ഓഫ് ദ ടെമ്പിൾ ഓഫ് ലേണിംഗ്, ആ ലേണിംഗ് എന്ന് പറയുന്ന പഠനത്തിന്റെ അല്ലെങ്കിൽ ജ്ഞാനത്തിന്റെ ഒരു അറിവ് ലഭിക്കുന്നതിന്റെ അതിന്റെ ആ ഒരു ടെമ്പിളിന്റെ അതിന്റെ ഒരു പഠനം എന്നതിന്റെ ക്ഷേത്രത്തിന്റെ ഉമ്മറപ്പടിയിൽ നിന്നും ഇവരെ നിങ്ങളെ അകറ്റി നിർത്തിയാൽ, അതായത് അവർക്ക് പഠിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ചാൽ, അതാണ് അവിടെ ചോദിക്കുന്നത്, നിഷേധിച്ചാൽ. ആൻഡ് അതുപോലെ ഇഫ് യു ആർ ഹങ് അപ്പ് ലൈക്ക് ജീസസ് ഓൺ എ ബ്ലാക്കൻഡ് വാൾ ഇൻ ദ ലൈറ്റ് ഓഫ് ആൻ ഓയിൽ ലാമ്പ്, ഒരു ഓയിൽ ലാമ്പിന്റെ വെളിച്ചത്തിൽ നിങ്ങളെ നിങ്ങളുടെ ഒരു ബ്ലാക്കൻഡ്, ഒരു കറുത്ത ചുമരില് ജീസസ് ക്രൈസ്റ്റിനെ ഹങ് ചെയ്ത പോലെ, ക്രൈസ്റ്റിനെ തൂക്കി നിർത്തിയതുപോലെ നിങ്ങളെയും ചെയ്താൽ വാട്ട് വുഡ് യു ഡു, നിങ്ങൾ എന്ത് ചെയ്യും? അതായത് ദളിത്സിന് അവർക്ക് പഠിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, അവിടെ പഠനം നിഷേധിച്ചു. ആൻഡ് അതുപോലെ തന്നെ അവര് അനുഭവിക്കാത്ത ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ അനുഭവിക്കാത്ത അത്രയും കാര്യങ്ങൾ അവര് അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. If you have to live in a hut of mud and straw, which can be flattened by a breath or swept away in a night of rain, if you are told to sleep in knee-deep water, what would you do? എന്താ പറയുന്നത്? If you have to live in a hut of mud and straw, നിങ്ങൾക്ക് മഡ് കൊണ്ടും സ്ട്രോ കൊണ്ടും മണ്ണ് കൊണ്ടും വൈക്കോല് കൊണ്ടും നിർമ്മിച്ച ഒരു വീട്ടിൽ ജീവിക്കേണ്ടി വന്നാൽ, which can be flattened by a breath, ആ ഒരു വീട്ടിന് എന്ത് സാധിക്കും? വെറും ഒരു ബ്രീത്ത് കൊണ്ട്, നമ്മുടെ ഒരു ശ്വാസം കൊണ്ട് അതിനെ ഫ്ലാറ്റൻഡ്, അതിനെ മുഴുവനായിട്ടും പരത്തിയെടുക്കാൻ സാധിക്കും ആ ഒരു വീടിനെ. ഓർ സ്വെപ്റ്റ് അവേ ഇൻ എ നൈറ്റ് ഓഫ് റെയിൻ, ഒരു രാത്രി മഴയിൽ അതെന്താകാം, അത് മുഴുവനും തൂത്തുവാരി കൊണ്ടുപോകാൻ സാധിക്കുന്നതായിരിക്കാം. അതായത് അത്രയും ദുർബലമായിട്ട്, അത്രയും വീക്കായിട്ടുള്ള ഒരു വീടിനെ കുറിച്ചാണ് പറയുന്നത്. അത്തരം ഒരു വീട്ടിൽ നിങ്ങളോട് താമസിക്കുവാൻ പറഞ്ഞാൽ. ആൻഡ് പിന്നെന്താ പറയുന്നത്? ഇഫ് യു ആർ ടോൾഡ് ടു സ്ലീപ്പ് ഇൻ നീ ഡീപ്പ് വാട്ടർ, നീ ഡീപ്പ് വാട്ടർ എന്ന് വെച്ചാൽ മുട്ടിനത്രയും ഉള്ള വെള്ളം, മുട്ടിനത്രയുമുള്ള വെള്ളത്തിൽ നിങ്ങളോട് കിടന്നുറങ്ങാൻ പറഞ്ഞാൽ, അതായത് അത്രയുമുള്ള ആ ഒരു മുട്ടിന്റെ അത്രയും വെള്ളമുള്ള ഒരു സ്ഥലത്ത്, ആ ഒരു സ്ഥലത്ത് കിടന്നുറങ്ങാൻ പറഞ്ഞാൽ വാട്ട് വുഡ് യു ഡു, നിങ്ങൾ എന്ത് ചെയ്യും? ഇതിലെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദളിതർ അനുഭവിക്കുന്ന ഒരു കഷ്ടപ്പാടുകളുടെ ആ ഒരു കാര്യം തന്നെ. ഇനി നമ്മൾ നോക്കൂ, അടുത്ത ലൈൻസിൽ നമുക്ക് അതിന്റെ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു വേർഷൻ കാണാൻ സാധിക്കും. റൈറ്റർ പറയുന്നത്, ഇഫ് യു ഹാവ് ടു സ്വിം അഗെയിൻസ്റ്റ് ദ കറന്റ് ടു ഓപ്പൺ ദ ഡോർസ് ഓഫ് പെയിൻ ആൻഡ് ഡു ബാറ്റിൽ വിത്ത് ഹങ്കർ, സെൻഡ് യുവർ ന്യൂലി വെഡ് വുമൺ ടു ദ ലാൻഡ് ലോർഡ്സ് മാൻഷൻ ഓൺ ദ ഫസ്റ്റ് നൈറ്റ്, വാട്ട് വുഡ് യു ഡു? എന്താ പറയുന്നത്? ഇഫ് യു ഹാവ് ടു സ്വിം അഗെയിൻസ്റ്റ് ദ കറന്റ്, നമുക്ക് ഒഴുക്കിന് എതിരായിട്ട് നിങ്ങൾക്ക് നീന്തേണ്ടി വന്നാൽ, ആൻഡ് ടു ഓപ്പൺ ദ ഡോർസ് ഓഫ് പെയിൻ, എന്തിന്? ടു ഓപ്പൺസ് ദ ഡോർസ് ഓഫ് പെയിൻ, വേദനകളുടെ വാതിൽ തുറക്കാൻ ഒഴുക്കിനെതിരെ നീന്തേണ്ടി വന്നാൽ, ആൻഡ് ഡു ബാറ്റിൽ വിത്ത് ദ ഹങ്കർ, ഹങ്കറുമായി, വിശപ്പുമായി യുദ്ധം ചെയ്യേണ്ടി വന്നാൽ, അതായത് പട്ടിണി കിടക്കേണ്ടി വന്നാൽ, സെൻഡ് യുവർ ന്യൂലി വെഡ് വുമൺ ടു ദ ലാൻഡ് ലോർഡ്സ് മാൻഷൻ, മാൻഷൻ മീൻസ് മാളിക, ലാൻഡ് ലോർഡ് മീൻസ് ജന്മി, നിങ്ങളുടെ
ഫസ്റ്റ് നൈറ്റ് ദിവസം നിങ്ങളുടെ ജന്മിയുടെ മാളികയിലേക്ക് നിങ്ങൾ പുതുതായി വിവാഹം ചെയ്ത് കൊണ്ടുവന്ന നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾക്ക് അയക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വന്നാൽ വാട്ട് വുഡ് യു ഡു? നിങ്ങൾ എന്ത് ചെയ്യും? If you are denied in your own land, made slave labor, stripped of your rights, your civilization burned away, the pages of your glorious history torn to shreds and thrown away, what would you do? If you are denied in your own land, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം നാട് നിഷേധിക്കപ്പെട്ടാൽ, made slave labor, നിങ്ങളെ അടിമകളാക്കപ്പെട്ടാൽ, or അടിമ ജോലി ചെയ്യേണ്ടി വന്നാൽ, stripped of your rights, നിങ്ങളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കിയാൽ, your civilization burned away. Civilization means നമ്മുടെ സംസ്കാരം, നമ്മുടെ നാഗരികത, അതെല്ലാം കത്തി നശിപ്പിച്ചാൽ, അതെല്ലാം ഇല്ലാതാക്കിയാൽ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. The pages of your glorious history torn to shreds and thrown away. നിങ്ങളുടെ മഹത്തായ ആ ഒരു ചരിത്രത്തിന്റെ താളുകൾ, ഗ്ലോറിയസ് ഹിസ്റ്ററി, അവ എന്ത് ചെയ്താൽ? ടോൺ ടു ഷ്രെഡ്, അതായത് കീറി മുറിക്കുകയും അഥവാ അത് കീറിയിടുകയും, ആൻഡ് ത്രോൺ അവേ, വലിച്ചെറിയുകയും ചെയ്താൽ വാട്ട് വുഡ് യു ഡു? അതായത് അവർക്ക്, ദളിത്സിന് സ്വന്തമായിട്ടുള്ള ഒരു കാര്യങ്ങളും, അവരുടെ കൾച്ചർ, അവരുടെ സിവിലൈസേഷൻ, അവരുടെ സ്വന്തം നാട് പോലും അവർക്ക് നിഷേധിക്കപ്പെട്ടു, അവർക്ക് ഇല്ലാതാക്കി, അവരെ അടിമകളാക്കി ജോലി ചെയ്യിപ്പിച്ച് അവരുടേതെല്ലാം നശിപ്പിച്ചാൽ അപ്പോൾ വാട്ട് വുഡ് യു ഡു? നിങ്ങൾ എന്ത് ചെയ്യും? ഇതെല്ലാം ഒരു സമയത്ത് ദളിതർക്ക് അനുഭവിക്കേണ്ടി വന്ന കാര്യമാണ്. ദളിതർ അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ഇതെല്ലാം അനുഭവിച്ചതാണ് എന്ന രീതിയിലാണ് റൈറ്റർ നമ്മളോട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. റീഡേഴ്സിന് വിട്ടു തരികയാണിത്. If you cannot vote, are beaten in the name of democracy, and at every step reminded of how significant your race is, if your life stings, if your hands are raw, and yet they tell you dig canals, dig drains, what would you do? If you cannot vote, നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കാതിരുന്നാൽ, അതായത് വോട്ട് അവകാശം നിഷേധിക്കപ്പെട്ടാൽ, are beaten in the name of democracy, രക്തരൂക്ഷിതമായ അടികളെ, എന്തിനാണ്? beaten in the name of democracy, ജനാധിപത്യത്തിന്റെ പേരിൽ ധാരാളം അടികൾ ഏറ്റുവാങ്ങേണ്ടി വന്നാൽ. നമുക്കറിയാം, ജനാധിപത്യം എന്ന് പറയുമ്പോൾ എല്ലാ ജനങ്ങൾക്കും ഒരേപോലെ അവകാശമുള്ള ഒരു സിസ്റ്റമാണ്. സോ അതിൽ ദളിത്സ് അവരുടെ അവകാശം ചോദിച്ചു ചെന്നാൽ എന്തായിരിക്കും അവർ നേരിടേണ്ടി വരുന്നത്? അതാണ് beaten in the name of democracy എന്ന് പറയുന്നത്. ധാരാളം അടികൾ അവർ നേരിടേണ്ടി വരും. ജനാധിപത്യത്തിൽ എന്താണ്, എല്ലാ പൗരന്മാർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷെ അത് അവർക്ക് നിഷേധിക്കപ്പെട്ടു. അതിനെതിരെ അവർ ക്വസ്റ്റ്യൻ ചെയ്താൽ, ആ വോട്ടവകാശത്തിന് വേണ്ടി ആവശ്യപ്പെട്ടാൽ അതിന് അവർക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് അവർക്കുള്ള രക്തരൂക്ഷിതമായ അടികളായിരിക്കും. And at every step reminded of how significant your race is. ഓരോ ഘട്ടത്തിലും ഓരോ സ്റ്റെപ്പിലും എന്താണ് അവരെ ഓർമ്മിപ്പിക്കുന്നത്? ഹൗ സിഗ്നിഫിക്കൻറ്റ് യുവർ റേസ് ഈസ്. നിങ്ങളുടെ റേസ്, നിങ്ങളുടെ വംശം എത്ര ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്, അതെത്ര നിസ്സാരമാണ് എന്നാണ് എല്ലാ സമയത്തും അവർ ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾ ഈ ഒരു റേസിൽ പെട്ടവനാണ്, അതുകൊണ്ട് നിങ്ങൾ ലോസ്റ്റ് ആണ്, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള റൈറ്റ്സ് ഒന്നുമില്ല എന്ന് അവരെ എപ്പോഴും ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. If your life stinks, stink എന്ന് വെച്ചാൽ ദുർഗന്ധം, നിങ്ങളുടെ ജീവിതം ദുർഗന്ധമുള്ളതാണെങ്കിലും, if your hands are raw, നിങ്ങളുടെ കൈകൾ റോ ആണെങ്കിലും, റോ എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അപരിഷ്കൃതമായ, ദാറ്റ് മീൻസ് ഒരു കൾച്ചേർഡ് അല്ലാത്ത ആണെങ്കിലും, നിങ്ങളുടെ ലൈഫ് എത്ര, അതായത് ഇവരെ എത്ര തന്നെ ഇവരെ താഴ്ത്തിക്കെട്ടിയാലും, നിങ്ങൾ അങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനെയാണെന്നൊക്കെ എത്ര തന്നെ ഇവരെ അപമാനിച്ചാലും, അവരെന്താണ് പിന്നീട് പറയുന്നത്? ആൻഡ് യെറ്റ് ദേ ടെൽ യു, എന്നായിരുന്നാലും അവർ നിങ്ങളോട് പറയും എന്ത്? ഡിഗ് കനാൽസ്, ഡിഗ് ഡ്രെയിൻസ്, നിങ്ങൾ കനാല് ഡിഗ് ചെയ്യൂ. ഡിഗ് മീൻസ് കുഴിക്കുക, അതുപോലെ ഡ്രെയിൻസ്
അഴുക്കുചാലുകൾ, കനാലും അഴുക്കുചാലുകളൊക്കെ കുഴിക്കും. ഇവരൊക്കെ എത്ര തരം താഴ്ത്തി സംസാരിച്ചാലും അവരോട് പിന്നീട് ഈ ജോലികളൊക്കെയും അവരെ ഏൽപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ ചെയ്താൽ വാട്ട് വുഡ് യു ഡു? നിങ്ങൾ എന്ത് ചെയ്യും? If you are insulted in public, your property is snatched away in the name of religion. You are women told to become devadasis and made prostitutes. What would you do? ഇഫ് യു ആർ ഇൻസൾട്ടഡ് ഇൻ പബ്ലിക്, നിങ്ങളെ പബ്ലിക്കായിട്ട് പൊതു സ്ഥലത്ത് വെച്ച് ഇൻസൾട്ട് ചെയ്താൽ, അപമാനിച്ചാൽ, യുവർ പ്രോപ്പർട്ടി ഈസ് സ്നാച്ച്ഡ് അവേ. സ്നാച്ച് മീൻസ് തട്ടിപ്പറിക്കുക, തട്ടിയെടുക്കുക എന്നൊക്കെയാണ് മീനിങ്. നിങ്ങളുടെ പ്രോപ്പർട്ടികൾ, നിങ്ങളുടെ വസ്തുവകകളെല്ലാം സ്നാച്ച്ഡ് അവേ, തട്ടിയെടുത്ത് കൊണ്ടുപോയാൽ, ഇൻ ദ നെയിം ഓഫ് റിലീജിയൻ, റിലീജിയന്റെ പേരും പറഞ്ഞ്, മതത്തിന്റെ പേരും പറഞ്ഞ് നിങ്ങളുടെ പ്രോപ്പർട്ടീസ് എല്ലാം തട്ടിയെടുത്താൽ, യുവർ വുമൻ ടോൾ ടു ബിക്കം ദേവദാസീസ്, നിങ്ങളുടെ സ്ത്രീകളെ ദേവദാസികളാക്കി മാറ്റിയാൽ, ആൻഡ് മെയ്ഡ് പ്രോസ്റ്റിറ്റ്യൂട്ട്, അങ്ങനെ അവരെ പ്രോസ്റ്റിറ്റ്യൂട്ട്സ്, വേശ്യകളാക്കി മാറ്റിയാലും, വാട്ട് വുഡ് യു ഡു? വേശ്യകളും ദേവദാസിയും എന്നൊക്കെ വേശ്യ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. ആൻഡ് ദേവദാസീസ് എന്ന് പറഞ്ഞാൽ പഴയ സിസ്റ്റം അനുസരിച്ച് ദളിറ്റ്സ്, ലോവർ കാസ്റ്റിലുള്ള സ്ത്രീകള് അപ്പർ കാസ്റ്റിന്റെ വീട്ടിൽ പോയിട്ട് അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും, ഈവൻ അവരുടെ ഫിസിക്കൽ ബോഡി ഷെയർ ചെയ്യുന്നത് വരെ, അതെന്താണോ അവർ ആ വീട്ടിലുള്ള അപ്പർ ക്ലാസ്സുകൾ പറയുന്നത്, അത് മുഴുവൻ ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ, അതാണ് പറയുന്നത്. ഇങ്ങനെയെല്ലാം നിങ്ങൾക്ക് ഉണ്ടായാൽ, ഇത്തരം സിറ്റുവേഷൻസ്, അവസ്ഥകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായാൽ, വാട്ട് വുഡ് യു ഡു? നിങ്ങൾ എന്ത് ചെയ്യും? Your fair complexion would be burned black. Your eyes would be dry, dead. You could not write on paper. Satyam, Shivam, Sundaram. Descendant of the gods, you would be lame. A cripple if you had to live thus for ages like me. What would you do? Your fair complexion would be burned black. എന്താ പറയുന്നത്? നിങ്ങളുടെ കളർ, നിങ്ങളുടെ നിറം അത് കറുത്തതായിട്ട് മാറിയാൽ. യുവർ ഐസ് വുഡ് ബി ഡ്രൈ ആൻഡ് ഡെഡ്. നിങ്ങളുടെ ഐസ് ഡ്രൈയും വരണ്ടതും അതുപോലെ ഡെഡും ജീവനില്ലാത്തതുമായി മാറിയാൽ. യു കുഡ് നോട്ട് റൈറ്റ് ഓൺ പേപ്പർ സത്യം ശിവം സുന്ദരം. നിങ്ങൾക്ക് ആ പേപ്പറിൽ സത്യം ശിവം സുന്ദരം എന്നെല്ലാം ഇവയെല്ലാം എഴുതാൻ സാധിക്കാതിരുന്നാൽ. ഡിസെൻഡന്റ് ഓഫ് ദ ഗോഡ്സ്, ദൈവത്തിന്റെ പിൻഗാമികളെ. യു വുഡ് ബി ലെയിം, എ ക്രിപ്പിൾ. ദൈവത്തിന്റെ പിൻഗാമികളെ നിങ്ങൾ എന്തായാൽ നിങ്ങൾ ലെയിം, എ ക്രിപ്പിൾ. ലെയിം മീൻസ് മുടന്തുള്ള അല്ലെങ്കിൽ അംഗവൈകല്യമുള്ള, നടക്കാൻ ബുദ്ധിമുട്ടുള്ള എന്നാണ് അർത്ഥം. അതിന് ക്രിപ്പിൾ സെയിം മീനിങ് തന്നെയാണ് വരുന്നത്. മുടന്തന്, നടക്കാൻ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ഒരാൾ. ഇഫ് യു ഹാഡ് ടു ലീവ് ദസ് ഫോർ ഏജസ് ലൈക്ക് മീ, നിങ്ങളും യുഗങ്ങളോളം, ഫോർ ഏജസ് യുഗങ്ങളോളം ഞങ്ങളെപ്പോലെ തന്നെ, ലൈക്ക് മീ എന്നെപ്പോലെ നിങ്ങൾക്കും ജീവിക്കേണ്ടി വന്നാൽ, വാട്ട് വുഡ് യു ഡു? നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് ഈ കവിതയിൽ നിന്നും മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, റൈറ്റർ ഇവിടെ വാട്ട് വുഡ് യു ഡു, വാട്ട് വുഡ് യു ഡു എന്നൊരു റിഫ്രൈൻ, അതായത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഈ സെയിം ലൈൻ തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് റൈറ്റർ ചോദിക്കുന്നത്, ദളിറ്റ്സ് ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചു, ആ അനുഭവിച്ച കാര്യങ്ങളെല്ലാം ഇനി നിങ്ങൾ ദൈവത്തിന്റെ പിൻഗാമികൾ എന്ന് അവർ സ്വയം വിശേഷിപ്പിക്കുന്ന അപ്പർ ക്ലാസ് പീപ്പിളിന് ഇത്തരം അവസ്ഥ ഉണ്ടായാൽ, ദളിറ്റ്സ് അനുഭവിച്ച ഇത്തരം അവസ്ഥയുണ്ടായാൽ നിങ്ങൾക്ക് അത്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. സോ അവർക്ക്, അപ്പർ ക്ലാസ്സിന് മേ ബി ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കാൻ പോലും പറ്റാത്തതായിരിക്കാം. ദളിറ്റ്സിന്റെ അവസ്ഥകൾ റൈറ്റർ ഈ ഒരു കവിതയിൽ ധാരാളം കാര്യങ്ങൾ പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം ദളിറ്റ്സ് നേരിട്ട് കൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് റൈറ്റർ അപ്പർ ക്ലാസ്സസിനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇതെല്ലാം, ഇവർക്ക് കാരണം ഈ ലൈഫൊന്നും ഇവർക്ക് അറിയൂല, ഇവർ മറ്റുള്ള ദളിറ്റ്സിനെ കൊണ്ട് ഓരോ കാര്യങ്ങൾ സ്ലേവ്സ് ആക്കിയിട്ട് അവരെ അടിമപ്പണി ചെയ്യിച്ച് ഇവരുടെ അണ്ടറിൽ ജീവിപ്പിക്കുകയാണ്. സോ നിങ്ങൾക്കാണ് ഇങ്ങനെ ഒരു ഗതി വരുന്നതെങ്കിൽ വാട്ട് വുഡ് യു ഡു? നിങ്ങളുടെ സ്ത്രീകൾക്കാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലാണ് ഇത്തരം അവസ്ഥകൾ വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് റൈറ്റർ ഈ ഒരു കവിതയിൽ മുഴുവനായിട്ടും നമ്മളോട് ചോദിക്കുന്നത്. സോ അതിനുള്ള ആൻസർ റൈറ്റർ റീഡേഴ്സിന് വിട്ടു തന്നിരിക്കുകയാണ് ഇവിടെ. സോ ഇത്രയുമാണ് ഓംപ്രകാശ് വാൽമീകിയുടെ വാട്ട് വുഡ് യു ഡു എന്ന കവിത ഡിസ്കസ് ചെയ്യാനുള്ളത്. ദളിറ്റ്സ് അനുഭവിച്ച പെയിനും പ്രഷറും വിവേചനവും എല്ലാം നമുക്ക് ഈ ഒരു കവിതയിൽ നിന്നും വളരെ വ്യക്തമാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്.
Thanks for watching.